ഹായ്, സ്റ്റാൻലി വടക്കൻ. കീപ് സ്മൈലിംഗ് ആൻഡ് സ്റ്റേ പോസിറ്റീവ്. ഇന്ന് നമ്മൾ ഒരു കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ യൂത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്, പ്രത്യേകിച്ച് യൂത്തിന് വേണ്ടി. നമുക്ക് പലർക്കും ഒരു സ്റ്റേജ് ഫിയർ ഉള്ളവരാണ്. ഒരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ പറയുക, ഒരു പുസ്തകം വായിക്കാൻ പറയുക, എന്തെങ്കിലും ഒരു പരിപാടി അവതരിപ്പിക്കാൻ പറയുക, അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് പേടി തോന്നും. അത് ചെറുപ്പം മുതൽ പലർക്കുള്ള ശീലമാണ്. ഈ പറയുന്ന ഞാനൊക്കെ ചെറുപ്പത്തിൽ വല്ലാണ്ട് സ്റ്റേജ് ഫ്രൈറ്റുള്ള ഒരാളായിരുന്നു. സ്റ്റേജിൽ കയറുക പറഞ്ഞാൽ മുട്ട് വിറയ്ക്കുക, പേടി, അങ്ങനെയൊക്കെയുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഇത് ക്രമേണ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇത് മാറ്റിയെടുക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കണം സ്ഥിരമായിട്ട്. അങ്ങനെയാണ് ഇത് മാറ്റിയെടുക്കാൻ പറ്റുക. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരിക്കൽ ഇത് ഇങ്ങനെയാണ് എന്നൊന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ, നമ്മളത് ചെയ്യാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ. ചുരുക്കം പറഞ്ഞാൽ, ഒരു പാട്ട് പാടും, നമ്മളൊരു സദസ്സിലിരിക്കുമ്പോൾ നമ്മളൊരു പാട്ട് പാട് എന്ന് പറഞ്ഞാൽ നമ്മൾ 10 പ്രാവശ്യം ആയിരിക്കും. നമ്മൾ പാടുന്നവരായിരിക്കും, പാടാൻ അറിയുന്നവരായിരിക്കും. എന്നാലും നമ്മൾ എന്തിനാ ഞാൻ, അവൻ പാടിക്കോട്ടെ, അവൾ പാടിക്കോട്ടെ എന്ന് പറഞ്ഞ് മാറാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ എന്തിനാണ് ഈ പേടി? നമുക്ക് ഈ പേടി വരുന്നത് ഞാൻ പാടുന്ന പാട്ട് ചീത്തയാവുമോ, ശരിയാവില്ലായിരിക്കോ, വെള്ളി വീഴുമോ, ആൾക്കാർ കളിയാക്കുമോ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ. പ്രസംഗിക്കാൻ വിളിച്ചാൽ നമ്മൾ പറയുന്ന വാക്കുകൾ തെറ്റോ, വാക്കുകൾ കിട്ടാതെ പോവോ, അവിടെ നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത്, എല്ലാവരും എന്നെ നോക്കിയിരിക്കില്ല, ആ കണ്ണുകളൊക്കെ എന്നെ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. ഓക്കെ, അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന 1-2 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഈ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് ശ്വാസം ഒന്ന് വലിച്ചു വിടുക. നല്ലോണം ഒരു ദീർഘശ്വാസം വലിച്ചു വിടുക. ഒരു 5-6 പ്രാവശ്യം അത് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ലോണം ആകുമ്പോൾ ബ്രെയിനൊക്കെ ഒന്നുകൂടി ആക്റ്റീവ് ആകും. അത് പറയുന്നതോടു കൂടി നമ്മൾ തന്നെ നമ്മളെ കൗൺസിൽ ചെയ്യുക, നമ്മളോടൊന്ന് പറയുക, ഹിപ്നോട്ടൈസ് ചെയ്യുക നമ്മളോട്. യു ക്യാൻ ഡു ഇറ്റ്, നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. എന്താണോ ഞാൻ പറയാൻ പോകുന്ന കാര്യം, പാടാൻ പോകുന്ന പാട്ട്, അത് എനിക്ക് പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. ഇതൊക്കെ പറയണമെങ്കിൽ നമുക്ക് ഈ പാട്ടും ഈ പറയാൻ പോണ കാര്യം നമുക്ക് അറിയാതിരിക്കണം കേട്ടോ. നമുക്ക് ആ ഒരു കോൺഫിഡൻസ്, എനിക്ക് അറിയാതെ പഠിച്ചിട്ടുണ്ടാവണം. അങ്ങനെ ആകുമ്പോഴാണ് പിന്നത്തെ പേടി മാറ്റാനുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ഒന്നും അറിയാത്തവൻ പാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായി. അവിടെ പോയി നിന്നിട്ട് നമ്മൾ ഈ സദസ്സിലേക്ക് നോക്കുമ്പോൾ കുറേ ആൾക്കാരുടെ കണ്ണുകൾ നമ്മളെ നോക്കുന്നുണ്ട്. അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഈ കൈകൾ എക്സ്ട്രാ ആവും, നമ്മുടെ ചെവി കൂടുതലാണെന്ന് തോന്നും, നിൽക്കുന്ന സ്റ്റൈല് ശരിയല്ലാന്ന് തോന്നും, അങ്ങനെ ആകെ അസ്വസ്ഥതകൾ വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യത്തിലുള്ള, ഈ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മൾ ഈ നിൽക്കുന്ന സ്റ്റേജിലേക്ക് കയറുന്നതിൽ ആ നോക്കിയിരിക്കുന്ന ആൾക്കാർ നമ്മുടെ മേലെയുള്ള അധികാരപ്പെട്ട ആൾ, നമ്മുടെ ഒരു ഹെഡ് മാഷാണ്, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറാണ്, അല്ലെങ്കിൽ വലിയൊരു മനുഷ്യനാണ് അവിടെ ഇരിക്കണേ എന്ന് ഒരു കുട്ടിക്ക് തോന്നുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ആ ആളോട് റെസ്പെക്റ്റോടു കൂടി സമാധാനം, നമ്മൾ ഒതുങ്ങി, നമ്മൾ താഴ്ന്ന് ആ ആൾ വലിയൊരാളാന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ നമുക്ക് പറയുമ്പോൾ തെറ്റിപ്പോകും. ഓക്കെ, അത് ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, ചിലപ്പോൾ നമ്മൾ ആ ഇരിക്കുന്നവരൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കുക, എൻ്റെ അത്ര അറിവില്ല, എനിക്കറിയാവുന്ന പോലെ അവർക്ക് അറിയില്ല, അവരൊക്കെ പിച്ചക്കാരാണ്, അല്ലെങ്കിൽ അവർക്ക് ഒന്നിനും കൊള്ളാത്തവരാണ്, അവർക്ക് എൻ്റെ സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓവർ കോൺഫിഡൻസ് ആയിരിക്കും നമ്മൾ നിൽക്കുന്ന ആൾക്ക്. അങ്ങനെ പറയുമ്പോഴും നമ്മൾ ചിലപ്പോൾ അത് ശരിയായിക്കോളുന്നില്ല നമ്മൾ പറയുന്നത്. അതേസമയം നമ്മൾ അവരെ മാനിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ആ ഇരിക്കുന്നവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്, എന്നെ മനസ്സിലാക്കുന്നവരാണ് എന്ന് വിചാരിച്ചാൽ നമുക്കറിയാവുന്ന കാര്യം നമ്മുടെ സുഹൃത്തുക്കളോട് പറയാൻ നമുക്ക് യാതൊരു മടിയില്ലല്ലോ, നമ്മുടെ അടുത്ത ആൾക്കാരോട് പറയാൻ നമുക്ക് യാതൊരു മടിയില്ലല്ലോ. അപ്പോൾ അവർ നമ്മളെ കുറ്റം പറയില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വരും. ഇനി അവിടെ ഇരിക്കണം, നമ്മളിവിടെ പറയാൻ നമ്മുടെ കയ്യിൽ മൈക്ക് കിട്ടിയ സ്റ്റേജിൽ കയറാൻ നമ്മുടെ മൈക്കും നമ്മുടെ ടൈമാണ്. അവിടെ ഇരിക്കുന്നവർ കേക്ക് തന്നെയുള്ള, വേറെ ഒന്നും അവർക്ക് ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമ്മളത് അവതരിപ്പിക്കാം. തെറ്റ് വന്നാലും ആരും നമ്മളതൊന്നും ശിക്ഷിക്കാൻ പോകില്ല, ആ രീതി അനുസരിച്ച്. ഇങ്ങനെ നമ്മളൊന്ന് മനസ്സിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയാൻ പോണ കാര്യം കോൺഫിഡൻസോട് കൂടി ഭംഗിയായിട്ട് പറയാൻ പറ്റും. 1-2 പ്രാവശ്യം പറയുമ്പോൾ ചെറിയൊരു പേടി തോന്നും, പിന്നെ അതവിടെ ശരിയാവും, ശീലമാവും. അത് കിട്ടണ ആ ചാൻസ് കളയരുത് നിങ്ങൾ. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ വായിക്കാൻ കിട്ടുന്ന ഒരു ചാൻസ്, പറയാൻ കിട്ടുന്ന ഒരു ചാൻസ്, പാടാൻ കിട്ടുന്ന ഒരു ചാൻസ്, നെവർ ഡ്രോപ്പ് ദാറ്റ് ചാൻസ്. ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി. ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അപ്പോൾ നിങ്ങൾ അതിൽ കയറി അത് ചെയ്തിരിക്കണം. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വന്നാൽ മാത്രമേ കയറി പോവുള്ളൂ. സ്റ്റേജ് ഫ്രൈറ്റ് മാറും, നിങ്ങൾ നല്ലൊരു പ്രാസംഗികനാവും, പാട്ടുകാരനാവും, അല്ലെങ്കിൽ ഒരു
കല അവതരിപ്പിക്കാൻ പറ്റിയ ഒരാളായിട്ട് മാറും. അത് നിങ്ങൾ ഇപ്പോഴേ ശീലിക്കുക. കുട്ടികളെ ഏറ്റവും ചെറുപ്പത്തിൽ ശീലിക്കുക. മാതാപിതാക്കളും അതിന് സപ്പോർട്ട് കൊടുക്കുക. ഇപ്പം അതിന് കൊടുക്കുന്ന കാലമാണ്. അപ്പോൾ ഒന്നിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ആ സ്റ്റേജ് ഫ്രൈറ്റ് മാറിയിട്ട് നിങ്ങൾക്ക് മേലേക്ക് കയറി പോരാൻ പറ്റും. സോ കീപ് സ്മൈലിംഗ് ആൻഡ് സ്റ്റേ പോസിറ്റീവ്. ബൈ.